കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് അണികളും നേതാക്കളും ഒഴുകുന്നതിൽ അത്ഭുതം കൂറുന്നവരോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ബാബ രാഘവദാസിനെ അറിയാമോ? ഹർമന്ത് പ്രസാദ് പെദ്ദറിനെ, ദാവൂദ് ഖന്നെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ ഗുൽസാരിലാൽ നന്ദയെ കുറിച്ച്. ഇവരൊക്കെ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളായിരുന്നു ഒരു കാലത്ത്. ഇന്നവർ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളാണ്. അയോധ്യയിൽ പള്ളി പൊളിച്ച് ക്ഷേത്രം പണിയാൻ വഴിയൊരുക്കിയതിന് യഥാർത്ഥ ക്രെഡിറ്റ് സംഘപരിവാർ നൽകുന്നത് ഇവർക്കാണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയുമോ നിങ്ങൾക്ക് ഈ മനുഷ്യരെ? അറിയുമോ നിങ്ങൾക്ക് ആ ചരിത്രം? 1949 ഡിസംബർ 22 ബാബറി മസ്ജിദിനുള്ളിൽ സീതയുടെയും രാമന്റെയും വിഗ്രഹങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. പള്ളിയിൽ അതിക്രമിച്ചു കിടന്ന് വിഗ്രഹങ്ങൾ സ്ഥാപിക്കാൻ നടന്ന ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് ബാബ രാഘവദാസ് ആയിരുന്നു. അന്നത്തെ ഫൈസാബാദ് MLAയും കോൺഗ്രസ് നേതാവുമായിരുന്നു ഈ ബാബ രാഘവദാസ്. സരയൂ നദിയിൽ കുളിപ്പിച്ച വിഗ്രഹം പള്ളിക്കുള്ളിൽ കടത്തിയത് ബാബ രാഘവദാസിന്റെ ഉറ്റ സുഹൃത്ത് ഹർമന്ത് പ്രസാദ് പെദ്ദറും സംഘവുമായിരുന്നു. ഈ കളി ഇന്ത്യയുടെ നാശത്തിൽ ചെന്നെത്തുമെന്ന് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വിഗ്രഹങ്ങൾ ഒളിച്ചു കടത്തിയവരെ അറസ്റ്റ് ചെയ്യാനും വിഗ്രഹങ്ങൾ സരയൂ നദിയിലേക്ക് എറിയാനും അദ്ദേഹം UP മുഖ്യമന്ത്രി ഗോവിന്ദ് വല്ലഭ പന്തിനോട് ആവശ്യപ്പെട്ടു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം പന്തും സംഘവും തള്ളി. പകരം സർക്കാർ ചെലവിൽ ഹിന്ദുത്വവാദികൾക്ക് പൂജ നടത്താൻ സന്ദർഭമൊരുക്കുകയാണുണ്ടായത്. പ്രശ്നം പടിപടിയായി ഹനുമന്ത് പ്രസാദ് പെദ്ദർ വഷളാക്കി. തുരുതുരാ കേസുകൾ, വർഗീയ കലാപങ്ങൾ. 1948 ഫൈസാബാദിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന സംഘർഷം ഘട്ടം ഘട്ടമായി വടക്കേ ഇന്ത്യ ആകെ വ്യാപിച്ചു. അയോധ്യയുടെ പട്ടികയിൽ കാശിയെയും മധുരയെയും ആദ്യം ചേർത്തതും കോൺഗ്രസ് നേതാക്കളായിരുന്നു. 1983 UPയിലെ മുസഫർ നഗറിൽ നടന്ന ഹിന്ദു മഹാസമ്മേളനം അയോധ്യ, കാശി, മധുര എന്നീ നഗരങ്ങളിലെ മുസ്ലിം പള്ളികളുടെ സ്ഥാനത്ത് ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് കോൺഗ്രസ് നേതാവും UPയിൽ 2 തവണ മന്ത്രിയും മുറാദാബാദ് MLAയുമായിരുന്ന ദാവൂദ് ഖന്നെയായിരുന്നു. സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ഗുൽസാരിലാൽ നന്ദ. 2 തവണ ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ച കോൺഗ്രസ് നേതാവായിരുന്നു ഗുൽസാരിലാൽ നന്ദ. ഒരു പ്രമേയം കൊണ്ട് കാര്യം അവസാനിച്ചില്ല. അയോധ്യയിലും വാരാണസിയിലും മധുരയിലും ഹിന്ദു ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് 1983 മെയ് മാസത്തിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ഖന്ന കത്തുമെഴുതി. തുളസിദാസിന്റെ 20ാം നൂറ്റാണ്ടിൽ അവതാരം എന്ന് സ്വയം വാഴ്ത്തിപ്പാടിയ ഈ കോൺഗ്രസ് നേതാവ് പിന്നീട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ തീപ്പൊരി നേതാവായി മാറിയത് ചരിത്രം. അയോധ്യയിലും കാശിയിലും മധുരയിലും ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർത്തിയത് കോൺഗ്രസ് ആയിരുന്നു. ഈ ആശയം RSS പ്രസിദ്ധീകരണമായ ഓർഗനൈസർ ഏറ്റെടുത്തു. പിന്നീട് വിശ്വ ഹിന്ദു പരിഷത്തും. കോൺഗ്രസ് പണിത് മൂർച്ചകൂട്ടി തലങ്ങും വിലങ്ങും ഉപയോഗിച്ച ആയുധം അങ്ങനെ സംഘപരിവാറിന്റെ കൈകളിലായി. 1989 തർക്കഭൂമിയിൽ സംഘപരിവാർ